കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രചന നമ്മുടെ മനസ്സിനെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മനസ്സിനെ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ആകാശ് ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു ചോദിക്കുന്നു. അപ്പോൾ സ്കൂളിലേക്കാന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിനെ പോയി കാണുന്നു. പക്ഷെ മനസ്സിനോട് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിന് ഒട്ടും അടുക്കത്തില്ല. മനസ്സിന് പറയും, നിനക്കെന്താ ഈ കാര്യം ചോദിക്കാൻ, ഞാൻ ഡോക്ടറെ എന്തിനു കണ്ടു. അപ്പോൾ നമ്മുടെ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ രചന എടുത്തില്ല. അപ്പം മനസ്സിനെ ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പം മനസ്സിനോട് രചന പറയും, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകെ പോകുക തന്നെ ചെയ്യുന്നു പറയും. പക്ഷെ മനസ്സിനെ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. മനസ്സിനെ പറയും, എനിക്ക് പോകണമെന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ രചന വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ആകാശം അവിടേക്ക്, നീ സ്കൂളിലേക്കല്ലല്ലോ പോയത്. ആകാശം ഡൗട്ട് അടിക്കും. അങ്ങനെ അവർ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. പറഞ്ഞതിന് ശേഷം രചന പറയും, ഞാൻ സ്കൂളിലല്ല, എനിക്ക് വേറൊരാൾ കാണാൻ പോകാനുണ്ട്, പക്ഷേ ഇപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ എന്തായാലും ആകാശിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ആകാശം ഒന്നും സമ്മതിക്കുന്നില്ല. ആകാശിന് മനസ്സിലാവും ഇവൾ കള്ളിയാണെന്നുള്ള കാര്യം. ആകാശം അന്നേരം തന്നെ പറയുന്നത് ഇവരും കള്ളിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ മാധവ് മനസ്സിനോട് പറയുന്നു, അമ്മ എന്തിനല്ല ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്, ആ ഡോക്ടർ തന്നെ അമ്മയെ ചതിക്കും, കണ്ടോളൂ എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പം മനസ്സിനിക്ക് വീണ്ടും ടെൻഷനാകണം. അപ്പം മനസ്സിന് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അന്നേരമാണ് നീ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്നതെന്നും പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ആകുകയാണ്. പിന്നീട് ഇതേ സമയത്ത് നമ്മുടെ മഹേഷ് വീണ്ടും ടൂറ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഇഷിതയുമായിട്ട്. അപ്പോൾ ഇഷിതയോട് മഹേഷ് പറയുന്നു, നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, നമ്മുടെ മോളെ കൂടെ കൊണ്ടുപോകും, അവളില്ലാതെ നമ്മൾക്ക് എന്ത് ടൂറ് എന്ന് പറയുകയാണ്. ഇത് മഞ്ജിമ കേൾക്കുന്നു. അങ്ങനെ ഈ മഞ്ജിമ വീണ്ടും നമ്മുടെ രചനയെ വിളിച്ച് ഈ ടൂറ് മുടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ടൂറ് മുടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാറിൽ എന്തോ ചെയ്തു വയ്ക്കുകയാണ്. അങ്ങനെ ഈ ടൂർ മുടക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ മഹേഷിൻ്റെ കാറ് എന്തോ ചെയ്തു വയ്ക്കുന്നു. അങ്ങനെ മഹേഷിന് കാറിൽ പോകുന്ന സമയത്ത് പുറകെ രചനയും പോകുന്നു. അങ്ങനെ കാറ് പോയി ഇടിക്കുന്നു. മഹേഷിന് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നു. ഇത് കണ്ട് രചന ഇറങ്ങി ഓടുന്നൊക്കെയുണ്ട്. അപ്പം നമ്മുടെ ആദിയോട് രചന പറയുന്നുണ്ട്, അവർ ടൂറ് പോകില്ല, അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം ആദിയോടും അറിയിക്കുന്നു. അപ്പോൾ ആദിയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, മഹേഷിനോടുള്ള ദേഷ്യമൊക്കെ വീണ്ടും വീണ്ടും കൂടാൻ തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഇവർ എല്ലാം പ്ലാൻ ചെയ്യുന്നു ടൂറ് പോകാൻ. അങ്ങനെ മഹേഷിന് ആക്സിഡൻ്റ് ആകുന്നു. അപ്പോൾ രചനയുടെ വിചാരം വീണ്ടും രചനയുടെ അടുത്ത് സ്നേഹം കാണിക്കും എന്നുള്ള രീതിയിലാണ് രചന ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ മഹേഷ് ഒരിക്കലും രചനയെ തിരികെ കൂട്ടത്തുമില്ല. മഹേഷിൻ്റെ ലൈഫിൽ രചന കാണത്തുമില്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ അപകടപ്പെടുത്തിയതിന് ശേഷം അവർ പോകില്ല എന്നായിരുന്നു രചന വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ഇതെല്ലാം മാറ്റിവെച്ച് ആ അപകടത്തിൽ നിന്നുള്ള അത്ഭുതകരമായി നമ്മുടെ മഹേഷ് രക്ഷപ്പെട്ട് തിരിച്ചു വരികയാണ്. പിന്നീട് വീണ്ടും ഈ ടൂറിന് പോകാൻ വേണ്ടി മകളെയും കൊണ്ട്, ചിപ്പിമോളെയും കൊണ്ട് ടൂറിന് പോകാൻ വേണ്ടി അവർ റെഡിയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് കടന്നു വരുന്നത്. ഇതൊക്കെയാണ് വരും എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.